മീനാറ്റി പിള്ളയുടെ ട്രാൻസ്ലേഷൻ ഓഫ് ലീ മിസഹബിൾ ആൻഡ് ദി മേക്കിംഗ് ഓഫ് ദി മോഡേൺ മലയാളി എന്നുള്ള വർക്കാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് ദി ഓതർ. മീനാറ്റി പിള്ളൈ ഒരു വെൽ നോൺ കൾച്ചറൽ ക്രിട്ടിക്കാണ്, റൈറ്ററാണ്, അക്കാഡമീഷ്യനാണ്. ഷീ ഈസ് എ പ്രൊഫസർ അറ്റ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ്, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ട്രിവാൻഡ്രം. കൾച്ചറൽ സ്റ്റഡീസ്, ലിറ്റററി ക്രിറ്റിസിസം, മീഡിയ സ്റ്റഡീസ് ഒക്കെയാണ് ഇവരുടെ ഏരിയാസ് എന്ന് പറയുന്നത്. ജെൻഡർ സ്റ്റഡീസും മീഡിയ ആൻഡ് ഫിലിം എല്ലാം വരുന്നുണ്ട്. ട്രാൻസ്ലേഷൻ സ്റ്റഡീസും മലയാളം ലിറ്ററേച്ചറും ഒക്കെ ഓഫ് കോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ പബ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ആൻഡ് മലയാളത്തിൽ ഒരുപാട് എക്സ്റ്റെൻസീവായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. വിമൻ ഇൻ മലയാളം സിനിമ, നാച്ചുറലൈസിങ് ജെൻഡർ ഹൈറാർക്കീസ് എന്ന് പറഞ്ഞ് 2010 ഒരു വോളിയം ഇവർ ഇറക്കിയിരുന്നു. ആൻഡ് ഓൾസോ ട്രാൻസ്ലേഷനെ കുറിച്ചും മോഡേണിറ്റിയെക്കുറിച്ചും ഒക്കെ എസ്സേസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷീ ഇസ് എ റെഗുലർ columnist in newspapers like the Hindu. So നമ്മുടെ കേരള ഹിസ്റ്ററി, അതായത് കേരളത്തിലെ വർക്ക്സിൻ്റെ ഹിസ്റ്ററി ഓഫ് ട്രാൻസ്ലേഷനെ കുറിച്ചും എസ്പെഷ്യലി യൂറോപ്യൻ വർക്ക്സിൻ്റെയൊക്കെ ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കൾച്ചറൽ പൊളിറ്റിക്സ് എന്താണെന്നും ഇവർ പഠിച്ചിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് വിക്ടർ ഹ്യൂഗോയുടെ ലിയ മിസഹബിൾ എന്നുള്ള ആ ഒരു വർക്കാണ്. അത് മലയാള മോഡേണിറ്റിയും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ്, അതിൻ്റെ റോൾ എന്താണ്, ഈ ഒരു വർക്കിൻ്റെ ട്രാൻസ്ലേഷൻ്റെ റോൾ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു എസ്സേക്കകത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വിക്ടർ ഹ്യൂഗോയുടെ ഇത് ഒരു അതായത് വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്ന റൈറ്ററിൻ്റെ ലിയ മിസബിൾ എന്നുള്ള വർക്കാണ് നമ്മൾ ആദ്യമേ സമ്മറി നോക്കാൻ പോകുന്നത്. അത് ലെസ് മിസറബിൾസ് എന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിലും അതിൻ്റെ ഫ്രഞ്ച് പ്രൊനൗൺസിയേഷൻ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനും ഡിഫറെൻ്റ് ആണ്. അപ്പം ഫ്രഞ്ച് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ലേ മിസഹബിൾ എന്നാണ്. ഓക്കെ, ലേ മിസബിൾ. അപ്പം ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു സമ്മറി പോലെ നോക്കാം. നോവൽ ഇസ് ഡിവൈഡഡ് ഇൻ ടു 5 വോളിയംസ്. വിക്ടർ ഹ്യൂഗോ എന്നുള്ള റൈറ്ററാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ ഒരു ബ്രെഡ് സ്റ്റീൽ ചെയ്തതിന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിനകത്ത് ഇട്ടേക്കുന്നതാണ് സീൻ എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മെയിൻ ക്യാരക്ടറിൻ്റെ പേര് ജോൺ വെൽജോൺ, JEAN VALJEAN. അതിനെ നമ്മൾ ഫ്രഞ്ച് നെയിമായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത് ജോൺ വെൽജോൺ എന്നാണ്. ബ്രെഡ് സ്റ്റീൽ ചെയ്തതിന് അദ്ദേഹത്തിന് ഇംപ്രിസൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആഫ്റ്റർ റിലീസ് എന്ത് ചെയ്യാണ് സൊസൈറ്റി ഇദ്ദേഹത്തിന് ഒരു എക്സ് കോൺവിക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അദ്ദേഹത്തിന് എവിടെയും ജോലിയൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കൈൻഡ്നസ് കാണിച്ച് ജോൺ വെൽജോണിനെ ലൈഫിലോട്ട് തിരികെ കൊണ്ടുവരുന്നത്. ജോൺ വെൽജോൺ ഒരു പുതിയ ഐഡന്റിറ്റി അസ്യൂം ചെയ്യുവാണ് ആസ് മോൺഷോ മെഡലീൻ എന്ന് പറഞ്ഞൊരു ഐഡന്റിറ്റി അസൈൻ ചെയ്യുന്നു. ആൻഡ് ഹി ബിക്കംസ് എ വെൽത്തി ഫാക്ടറി ഓണർ ആൻഡ് എ മേയർ. അപ്പോൾ ഈ ഫാൻറ്റെയിൻ എന്ന് പറഞ്ഞൊരു ഫാക്ടറി വർക്കർ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ. അൺജസ്റ്റ് ആയിട്ട് അവരെ ഫയർ ചെയ്യുന്നു, അതായത് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. ആൻഡ് ഷീ ഈസ് ഫോഴ്സ്ഡ് ഇൻ ടു പോവർട്ടി. അതുകൊണ്ട് അവൾ മുടിയൊക്കെ വിറ്റ് അവളുടെ ബോഡി, അതായത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് ഇവൾ മാറുകയാണ് ടു സപ്പോർട്ട് ഹർ ഡോട്ടർ കോസറ്റ്. അപ്പോൾ ജോൺ വെൽജോൺ എന്ത് ചെയ്യുവാണ്, കോസറ്റിനെ കെയർ ചെയ്യാമെന്ന് ഒരു പ്രോമിസ് കൊടുക്കുന്നു ആഫ്റ്റർ ഫാൻറ്റെയിൻസ് ഡെത്ത്. വോളിയം 2 കോസറ്റിനെ കുറിച്ചാണ് പറയുന്നത്. കോസറ്റിൻ്റെ ചൈൽഡ്ഹുഡ്, ഒരു ഒപ്രസ്ഡ് സെർവൻ്റ് ആയിട്ട് ഒരു അബ്യൂസീവ് ആയിട്ടൊരു വീട്ടിലായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ജോൺ വെൽജോൺ എന്ത് ചെയ്യുന്നു, റെസ്ക്യൂ ചെയ്യുന്നു കോസറ്റിനെ അവിടെ നിന്ന്. എന്നിട്ട് പാരീസിലോട്ട് ഇവർ രണ്ടുപേരും കൂടെ പോവുകയാണ്. ആൻഡ് വളരെ പീസ്ഫുള്ളായിട്ട് ഇവർ ഹൈഡ് ചെയ്താണ് ജീവിക്കുന്നത്. ഹിഡൻ ആയിട്ടാണ് ഇവരുടെ ലൈഫ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പീസ്ഫുള്ളായിട്ട് താമസിക്കുന്നു. ആൻഡ് ജോൺ വെൽജോൺ എന്താണ് കോസറ്റിനെ അയാളുടെ സ്വന്തം ഡോട്ടറിനെ പോലെ റേസ് ചെയ്ത് വളർത്തുന്നു. വോളിയം 3 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരിയസ് മോൺ മേഴ്സി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അദ്ദേഹം ഒരു യങ് ഐഡിയലിസ്റ്റ് ആണ്. ആൻഡ് മാരിയസ് എന്ത് ചെയ്യുന്നു, കോസറ്റുമായിട്ട് ഹി ഫോൾസ് ഇൻ ലവ്. ആൻഡ് ഈ ഒരു ഫാമിലി ഉണ്ടല്ലോ, കോസറ്റിനെ നല്ല അബ്യൂസ് ചെയ്ത്, പിന്നെ എന്താ പറയുക, അബ്യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി നല്ല ലേബറൊക്കെ എടുപ്പിച്ച് അതിനായിട്ട് കഷ്ടപ്പെടുത്തിയ ആ ഒരു ഫാമിലി ഉണ്ടല്ലോ, അവർ ആ സമയത്ത് പാരീസിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് വളരെ പൊളിറ്റിക്കലായിട്ട് പാരീസിൽ പൊളിറ്റിക്കലായിട്ട് കുറച്ച് പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒക്കെ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഈ ഒരു വർക്കിനകത്ത്. വോളിയം 4 എന്ന് പറയുന്നത് മാരിയസും കോസറ്റും കൂടി റൊമാൻസ് ഡെവലപ്പ് ചെയ്യുന്നു ഇൻ സീക്രട്ട്. ജോൺ വെൽജോൺ എന്ത് ചെയ്യുവാണ്, അയാളുടെ പാസ്റ്റ് റിവീൽ ചെയ്യുവാണ് കോസറ്റിൻ്റെ അടുത്ത്. അപ്പം ആ സമയത്ത് പാരീസിൽ ജൂൺ റിബല്യൻ സ്റ്റാർട്ട് ചെയ്യുന്നു. മാരിയസ് എന്ത് ചെയ്യുവാണ്, സ്റ്റുഡൻറ്റ് റെവല്യൂഷണറീസിൻ്റെ ആ ഒരു ഇതിൽ ജോയിൻ ചെയ്യുന്നു. ആൻഡ് ജോൺ വെൽജോൺ ഇതിനെക്കുറിച്ച് മാരിയസിന് ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് അറിയുകയും ഹി ഡിസൈഡ്സ് ടു പ്രൊട്ടക്റ്റ് ഹിം.
വോളിയം 5-നകത്തെന്ന് വെച്ചാൽ ബാരിക്കേഡ് ഫോളോ ചെയ്യുന്നത്, അതായത് ഈ ഒരു റവല്യൂഷണറീസ് എല്ലാം കൂടെ ഒരു ബാരിക്കേഡ് ചെയ്തു വെക്കുവാണ്. അപ്പോൾ ബാരിക്കേഡ് ഫോളോ ചെയ്യുന്നു ആൻഡ് ഒരുപാട് റവല്യൂഷണറീസ് അവിടെ മരിക്കുന്നു. ബട്ട് ജോൺ വെൽജോൺ എന്ത് ചെയ്യാണ്, മാരിയസിനെ സേവ് ചെയ്യുന്നു. ആൻഡ് പിന്നെ നമ്മുടെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള ജോൺ വെൽജോൺ പറയുവാണ് ഹി റിവീൽസ് ഹിസ് പാസ്റ്റ് ടു മാരിയസ് ആഫ്റ്റർ ദ റിബല്യൻ. കോസറ്റ് മാരിയസും കൂടെ കല്യാണം കഴിക്കുന്നു. മറ്റേ ജോൺ വെൽജോൺ മരിക്കുന്നു പീസ്ഫുള്ളായിട്ട്. ഹി ഈസ് റീകൺസൈൽഡ് വിത്ത് ഗോഡ് ആൻഡ് സൊസൈറ്റി. അദ്ദേഹത്തിൻ്റെ ഡെത്ത് സിംബലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മോറൽ റിഡംഷൻ അല്ലെങ്കിൽ സ്പിരിച്വൽ ഫുൾഫിൽമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോവലിനകത്ത് സംഭവിക്കുന്നത്. ഇനി ഇതിനകത്ത് കുറച്ച് റെവല്യൂഷനും കാര്യങ്ങളും ഒന്ന് അറിഞ്ഞിരുന്നോളൂ. അപ്പോൾ നമുക്ക് ഈ പഠിക്കാൻ നമ്മുടെ ഈ ഒരു നോവലുണ്ടല്ലോ, അതിനകത്ത് ജൂൺ റിബല്യൻ ഓഫ് 1832 പാരീസിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പാരീസിൽ അന്ന് സംഭവിച്ച കുറച്ച് പൊളിറ്റിക്കൽ അപ്രൈസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ജൂൺ റിബല്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരീസിൽ മൊണാർക്കിക്കെതിരെ വന്ന ഒരു മൂവ്മെൻറ്റാണ്. നെപ്പോളിയൻ്റെ സണ്ണായിട്ടുള്ള പിന്നെ നെപ്പോളിയൻ്റെ സൺ മരിച്ചതിന് ശേഷം ഒക്കർ ചെയ്ത ഒരു റിബല്യനാണ് ജൂൺ റിബല്യൻ. അപ്പോൾ അതായത് ആളുകൾക്ക് ആ സമയത്തുണ്ടായിരുന്ന കിങ് ലൂയി ഫിലിപ്പിൻ്റെ ഗവൺമെൻറ്റിനോട് ഡിസാറ്റിസ്ഫാക്ഷൻ ഗ്രോ ചെയ്യുന്നു. അങ്ങനെ സ്റ്റുഡൻസും വർക്കേഴ്സും പാവപ്പെട്ട ആളുകളെല്ലാം സോഷ്യൽ ജസ്റ്റിസ് വേണമെന്നും പൊളിറ്റിക്കലി കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും പറഞ്ഞാണ് ജൂൺ റിബല്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വിക്ടർ ഹ്യൂഗോ ഈ റിബല്യനെ ബാക്ക്ഗ്രൗണ്ട് ആക്കി വെക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു സ്ട്രഗിളും ഹ്യൂമൻ സാക്രിഫൈസും എല്ലാം കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇനി സ്റ്റോറിയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോവേർട്ടി, അൺഎംപ്ലോയ്മെൻറ്റും ഇൻജസ്റ്റിസും എല്ലാം കൂടി വർക്കിംഗ് ക്ലാസിൻ്റെ ഇടയിൽ അപ്പോൾ ആളുകൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മാറി. ഈ മൊണാർക്കിക്കൽ റൂളിനെതിരെ ഭയങ്കര കറപ്ഷനും ഉണ്ടായിരുന്നു. അങ്ങനെ യങ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ലിബർട്ടിക്കും ഇക്വാളിറ്റിക്കും ഫ്രറ്റേണിറ്റിക്കും വേണ്ടി എന്ത് ചെയ്തു, റിബല്യൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ആൻഡ് ഇതിനകത്ത് മേജർ പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് മാരിയസ് പോൺവേഴ്സി ഉണ്ട്. അയാളൊരു യങ് ഐഡിയലിസ്റ്റ്, ഒരു റവല്യൂഷണറിയാണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോൺ വെൽജോൺ, അദ്ദേഹം ഒരു റവല്യൂഷണറി അല്ലെങ്കിലും പക്ഷേ മാരിയസിനെ സേവ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു പേഴ്സണൽ ഹീറോ എന്ന പോലെയാണ് ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ റോള് വരുന്നത്. പിന്നെ നമ്മുടെ കോസറ്റിനെ അബ്യൂസ് ചെയ്ത് വളർത്തിയ ആ ഫാമിലി, അത് അവരൊക്കെ എന്ന് പറയുന്നത് എന്താ പറയുക, ഈ റവല്യൂഷൻ്റെ തന്നെ ഒരു ഡാർക്ക് സൈഡാണ് കാണിക്കുന്നത്. അതായത് ഗവൺമെൻറ്റും കറപ്റ്റഡ് ആണ്, അവിടെയുള്ള ആളുകളും കറപ്റ്റഡ് ആണെന്നുള്ളതാണ് ഈ ഒരു ക്യാരക്ടർ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വിക്ടർ ഹ്യൂഗോയുടെ ഈ ഒരു വർക്കിനകത്ത് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ വിക്ടർ ഹ്യൂഗോയുടെ ഈ ഒരു വർക്ക് നാലപ്പാട്ട് നാരായണ മേനോൻ, അതായത് നമ്മുടെ കമലാദാസിൻ്റെ അങ്കിള് എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് മലയാളത്തിലോട്ട്. അതിനെ പാവങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നോവൽ ശരിക്കും പറഞ്ഞാൽ ഒറിജിനലി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1862 ഇൻ ഫ്രാൻസ്, അതായത് ഫ്രഞ്ച് ലാംഗ്വേജിലാണ്. 19th സെഞ്ച്വറി ഫ്രാൻസിലുണ്ടായിരുന്ന സോഷ്യൽ ഇൻജസ്റ്റിസ്, പോവേർട്ടി, മൊറാലിറ്റി, ഇതിനെക്കുറിച്ചും റവല്യൂഷനെ കുറിച്ചൊക്കെയാണ് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ വിക്ടർ ഹ്യൂഗോയുടെ ഈ ഒരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൊസൈറ്റി എസ്പെഷ്യലി പൂറായിട്ടുള്ള ആളുകളുടെ അടുത്ത് കമ്പാഷൻ കാണിക്കുക, ജസ്റ്റിസ് കാണിക്കുക, എംപത്തി കാണിക്കുക. ലോ മാത്രം പോരാ, മൊറാലിറ്റി, മേഴ്സിയും കൂടെ ആളുകൾ കാണിക്കുക. പിന്നെ ഇൻഡിവിജ്വൽ ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആണ്. അതാണ് ജോൺ വെൽജോണിൻ്റെ ജേർണി നമ്മളെ കാണിക്കുന്നത്. അയാളൊരു തീഫായിരുന്നു, തീഫെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും അയാൾ തീഫായിരുന്നു. പിന്നെ ജീവിക്കാൻ വേണ്ടിയും ഫാമിലിയെ ഫീഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഒരു ബ്രെഡ് സ്റ്റീൽ ചെയ്തത്. അപ്പോൾ തൊട്ട് എല്ലാവരും ഇയാളെ എക്സ് കോൺവിക്റ്റ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് ഇംപ്രിസൺ ചെയ്ത് പിന്നീട് ഒരു ലൈഫ് ഉണ്ടാക്കി കൊടുത്തൊരു ബിഷപ്പാണ്. എന്നിട്ടാണ് അദ്ദേഹം മേയറായിട്ടൊക്കെ മാറിയത്, ജോൺ വെൽജോൺ. സോ അദ്ദേഹത്തിൻ്റെ എന്നിട്ട് കോസറ്റിനെ എടുത്ത് വളർത്തുന്നു, അവരെ വളർത്തി കല്യാണം കഴിപ്പിക്കുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തു അയാൾ. അപ്പോൾ ആ ഇൻഡിവിജ്വൽ ട്രാൻസ്ഫോർമേഷൻ, ഒരു ഇൻഡിവിജ്വലിന് അയാളുടെ ലൈഫിൽ എന്തൊക്കെ തെറ്റ് ചെയ്താലും ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആണെന്നുള്ളതാണ് വിക്ടർ ഹ്യൂഗോ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ മീനാറ്റി പിള്ളയുടെ ഈ ഒരു എസ്സേ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 1925 നാലപ്പാട്ട് നാരായണ മേനോൻ വിക്ടർ ഹ്യൂഗോയുടെ ലേ മിസബിൾ എന്നുള്ള ഈ ഒരു നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലോട്ട് പാവങ്ങൾ എന്ന് പറഞ്ഞിട്ടായിരുന്നു ടൈറ്റിൽ കൊടുത്തത്. വിക്ടർ ഹ്യൂഗോയുടെ ഈ നോവലിൻ്റെ ഇൻട്രൊഡക്ഷൻ പേജിൽ അല്ലെങ്കിൽ പ്രിഫസ് പേജിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ആസ് ലോങ് as പോവേർട്ടിയും വിമൻസ് എക്സ്പ്ലോയിറ്റേഷനും ചൈൽഡ് സഫറിങ്ങും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വിക്ടർ ഹ്യൂഗോയുടെ ബുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ അദ്ദേഹം എഴുതിയിട്ടുള്ള ബുക്കുകൾ അല്ലെങ്കിൽ ഈ ഒരു തീം വരുന്ന ബുക്കുകൾ എപ്പോഴും അതിനൊരു റിലവൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ വിക്ടർ ഹ്യൂഗോയുടെ നോവലിനകത്ത് ഈ വക കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അതിനെ മലയാളത്തിലോട്ട് ട്രാൻസ്ലേഷൻ നടത്തി ആരാണ്, നാലപ്പാട്ട് നാരായണ മേനോൻ. അപ്പോൾ അദ്ദേഹം അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിനിപ്പം 1925 ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെങ്കിലും ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. സോ അതിൻ്റെ റിലവൻസ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ആൻഡ് ഈ പ്രിഫസിനകത്ത്
അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഫസി പോലെ പറയുവാണ് വിക്ടർ ഹ്യൂഗോ. അതായത് സിൻസ് മലയാളം, അപ്പോൾ ഈ മലയാളം ട്രാൻസ്ലേഷനിൽ പിന്നെ നാലപ്പാട്ട് നാരായണ മേനോൻ ചെയ്തപ്പോഴും കേരളത്തിലെ മോറൽ ആൻഡ് ലിറ്റററി വേൾഡിനെ ഈ ഒരു ട്രാൻസ്ലേഷൻ സഹായിച്ചു, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്തു എന്നാണ് പറയുന്നത്. മലയാളി റീഡേഴ്സിന് ഒരു ഹ്യൂമനിസ്റ്റ് ഫ്രെയിം വർക്ക് കൊടുത്ത ഒരു വർക്കാണ് വിക്ടർ ഹ്യൂഗോയുടെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് ഒപ്രഷനും ഇൻജസ്റ്റിസിനെ കുറിച്ചുമൊക്കെ തീം വരുന്നത് കൊണ്ട് കേരള ഓഡിയൻസിന് അല്ലെങ്കിൽ കേരള റീഡേഴ്സിന്, മലയാളി റീഡേഴ്സിന് ഇതൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു വർക്കാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ലിറ്റററി വർക്കിൻ്റെ ട്രാൻസ്ലേഷൻ അല്ല ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കുറേ സോഷ്യോ പൊളിറ്റിക്കൽ കൺസേൺസും ഇഷ്യൂസും എല്ലാം ഈ ഒരു ബുക്കിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരഗ്രാഫ് നെക്സ്റ്റ് വരുന്നത് പാരഗ്രാഫ് 2ൻ്റെ ഒരു സമ്മറി പോലെയാണ് ഞാൻ പറയാൻ പോകുന്നത്. പാരഗ്രാഫ് 2-നകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ജോൺ വെൽജോണിൻ്റെ പനിഷ്മെൻ്റ് ആണ്. അതായത് ബ്രെഡ് സ്റ്റീൽ ചെയ്തു. അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ നമ്മുടെ കേരളത്തിലൊക്കെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് ശേഷം ഈ ബ്രെഡ് സ്റ്റീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്ത് മാത്രം നടക്കുന്ന കാര്യമല്ല, നമുക്കും റിലേറ്റ് ചെയ്യാനും നമ്മളും കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അതായത് ന്യൂസ് പേപ്പറിലും TV യിലും ഒക്കെ കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇതെല്ലാം. ഭക്ഷണം കിട്ടാതെ അലയുന്നത് കൊണ്ട് മറ്റേ മധുവിൻ്റെ എപ്പിസോഡൊക്കെ ഭക്ഷണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് അയാളെ കെട്ടിയിട്ട് കൊന്നു. അപ്പോൾ ആ ഒരു കാര്യം എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെയാണ് ഇതും, അല്ലേ? അപ്പം പിന്നെ ബ്രെഡ് സ്റ്റീൽ ചെയ്തെന്ന് പറഞ്ഞ് പണിഷ് ചെയ്യുന്നു. പിന്നെന്താണ്, നമുക്കൊരു നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾ, നമ്മുടെ 2018 ഫ്ലഡിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ പറയാം. ആളുകൾ എന്ത് ചെയ്യും? ഫ്ലഡിന്, നമ്മുടെ ഫുഡിന് വേണ്ടിയും ഏറ്റവും ആവശ്യമായിട്ടുള്ള ക്ലോത്ത്സിന് വേണ്ടിയും വാട്ടറിന് വേണ്ടിയും ഒക്കെ അലഞ്ഞു, അല്ലേ? അന്ന് എല്ലാവരുടെ ഒറ്റക്കെട്ടായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? അതെല്ലാം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു, കേരളം ആസ് എ ഹോൾ, അല്ലേ? അപ്പം പിന്നെ ഈ ഒരു സ്റ്റീലിംഗ് ബ്രെഡ് എന്നുള്ള കാര്യം നമുക്കപ്പോൾ റിലേറ്റ് ചെയ്യാൻ സാധിക്കും. 1924 ഫ്ലഡ്സിലും 1980 ഒക്കെ സ്പാനിഷ് ഫ്ലൂ എന്ന് പറഞ്ഞ ഇതൊക്കെ ഡിവാസ്റ്റേറ്റ് ചെയ്തിരുന്നു കേരളത്തിലും. 1924 നമുക്കൊരു ഫ്ലഡ് ഉണ്ടായിരുന്നു, 2018 നമുക്കൊരു ഫ്ലഡ് ഉണ്ട്. സോ അതെല്ലാം പുവർ പീപ്പിളിനെ അതായത് അഫക്റ്റ് ചെയ്തിരുന്നു നല്ല രീതിയിൽ. അപ്പോൾ അവർക്ക് ഫുഡും അവർക്ക് ക്ലോതിങ്ങും അവർക്ക് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള നെസസിറ്റീസും എല്ലാം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ തന്നെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു നോവലിനകത്ത് ഈ ഒരു ബ്രെഡ് സ്റ്റീലിംഗ് എപ്പിസോഡ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും in Kerala. Then provinces under British India declared famines. Mortality rates were very high in Madras Presidency. ഫുഡ് ഷോർട്ടേജ് ഉണ്ടായിട്ടുണ്ട്, നമുക്ക് പോവർട്ടി ഡീപ്പൻ ചെയ്തിട്ടുണ്ട്. അതിനെ ചൊല്ലി ഒരുപാട് റൈറ്റ്സ് ഇവിടെ നടന്നിട്ടുണ്ട് കേരളത്തിൽ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമയത്ത്, അതായത് ബ്രിട്ടീഷുകാർ റൂൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ വരൾച്ച ഉണ്ടായിട്ടുണ്ട്. പിന്നെന്താണ്, ഫുഡ് കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ ഷോർട്ടേജ് വന്നിട്ടുണ്ട്. ഇതെല്ലാം കേരളത്തിലും ആളുകൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ ആ സമയത്താണ് നാലപ്പാട്ട് നാരായണ മേനോൻ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ ഈ വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളി റീഡേഴ്സ് ഇത് വായിച്ചപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ സാധിച്ചു. ഈവൻ ദോ ദിസ് ബുക്ക് ഹാപ്പൻഡ്, അല്ലെങ്കിൽ ദിസ് വാസ് റിട്ടൺ ബൈ എ ഫ്രഞ്ച് റൈറ്റർ, അല്ലെങ്കിൽ ദിസ് ബുക്ക് ഇസ് അബൌട്ട് പാരീസ് മറ്റേ റവല്യൂഷനെ കുറിച്ചും അതൊക്കെ ആണെന്നുണ്ടെങ്കിലും, വേറൊരു രാജ്യത്ത് നടന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എന്താണെന്ന് പറഞ്ഞാൽ, പക്ഷേ കേരള റീഡേഴ്സിന് അല്ലെങ്കിൽ ഓഡിയൻസിന് അത് റിലേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു ബുക്കിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പാവങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയധികം എന്താ പറയുക, വളരെ സിംബോളിക്കലായിട്ട് നമ്മളെയൊക്കെ ഇമ്പാക്റ്റ് നമ്മുടെ കേരള ഓഡിയൻസിന് ഉണ്ടാക്കി കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളി സൊസൈറ്റിക്ക് പേഴ്സണലി മനസ്സിലാവും ഹങ്കറിനെ കുറിച്ചും ഡെപ്രിവേഷനെ കുറിച്ചും. അപ്പോൾ ജോൺ വെൽജോണിൻ്റെ സ്ട്രഗിൾ ഉണ്ടല്ലോ, അത് മലയാളീസും സഫർ ചെയ്യാണ് അണ്ടർ കൊളോണിയൽ റൂൾ. എക്കണോമിക് ക്രൈസിസിൻ്റെ ഇടയിലും ഒക്കെ നമ്മളും സഫർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ലിറ്ററേച്ചറിനകത്ത് ഇവിടെ ഒരു റിയാലിറ്റിയാണ് ആര് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വർക്ക് വഴി. നെക്സ്റ്റ് പാരഗ്രാഫ് 3-കകത്ത് പറയുന്നത്, പാവങ്ങൾ എന്നുള്ള ഈ ഒരു വർക്ക് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു സൊസൈറ്റി ഓൾറെഡി സഫറിങ് ഫ്രം സോഷ്യോ എക്കണോമിക് അപ്ഹീവൽസ്. അതായത് ഈ ഒരു 1925 കാലഘട്ടത്തിൽ കേരളത്തിലും കുറച്ച് മാറ്റങ്ങളൊക്കെ സൊസൈറ്റിയിലും പൊളിറ്റിക്കലായിട്ടുള്ള കാര്യത്തിലും എക്കണോമിക്കലായിട്ടുള്ള കാര്യത്തിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പ്രിന്റ് മീഡിയ, റെയിൽവേസ്, ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഇത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു നോവൽ എന്ന് പറയുന്നത് തന്നെ, അതായത് ഇതിനെ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഒരു കൊളോണിയൽ മോഡേൺ ജോണർ ഇതിന് വന്നു. അപ്പോൾ ഈ ഒരു കൊളോണിയൽ കോണ്ടെക്സ്റ്റിലാണ് ഈ നോവൽ ഇറങ്ങിയത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റി, അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മോഡേൺ ഫ്രെയിം വർക്കിലാണ് എഴുതി വെച്ചേക്കുന്നതെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴെങ്കിലും നമുക്കത് കറക്റ്റായിട്ട് തന്നെ നമുക്കതിന് റിലേറ്റബിൾ ആയിട്ട് തോന്നി. കാരണം ബിക്കോസ് വി വെയർ അണ്ടർ ബ്രിട്ടീഷ് റൂൾ അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാം പെട്ടെന്ന് നമുക്കിതിനായിട്ട് നമുക്ക് ക്യാരക്ടേഴ്സുമായിട്ടും സിറ്റുവേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിച്ചു. ബിക്കോസ് ഈ ഒരു ട്രാൻസ്ലേഷൻ നടന്ന സമയത്ത് സൊസൈറ്റി വാസ് റെഡി ടു റിസീവ് ദിസ് ബുക്ക്. ബിക്കോസ് മലയാളം ലിറ്റററി സ്പേസ് എന്ന് പറയുന്നത് പുതിയ സോഷ്യൽ റോൾസും പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിലുമൊക്കെ ഓരോ കാര്യങ്ങൾ മലയാളം ലിറ്ററേച്ചറിൽ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ആ ഒരു സമയത്ത്.
അപ്പോൾ കൊളോണിയൽ റൂളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബുക്കിൻ്റെ ട്രാൻസ്ലേഷൻ ഇറങ്ങിയപ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ തുടങ്ങി, വൈഡ് റീഡർഷിപ്പ് കിട്ടി. പാരഗ്രാഫ് 4 ബൈ 1930s കേരളത്തിൽ ഒരു കാസ്റ്റ് ബേസ്ഡ് ഷിഫ്റ്റ് ഉണ്ടായി ടു ക്ലാസ് ബേസ്ഡ് ഷിഫ്റ്റ്. ജാതിയുടെ കാര്യം പറഞ്ഞ് അടിയുണ്ടാവുന്നത് തൊട്ട് അതിൽ നിന്നൊരു ഷിഫ്റ്റ് ഉണ്ടായി. എങ്ങോട്ട്? റിച്ച് ആൻഡ് പുവർ തമ്മിൽ അങ്ങോട്ടൊരു ഷിഫ്റ്റ് ഉണ്ടായി. കാസ്റ്റ് ബേസ്ഡ് കാര്യങ്ങളിൽ ഉള്ള പ്രശ്നങ്ങളിൽ നിന്ന് പിന്നീട് എന്തായിട്ട് മാറി, റിച്ച് ആയിട്ടുള്ളതും പുവർ ആയിട്ടുള്ള ആ ഒരു ഇഷ്യൂ വരാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ, ആലപ്പുഴയിലുള്ള ക്വയർ വർക്കേഴ്സ്, മോസ്റ്റ്ലി ഈഴവാസ്, അവർ ഈ റാഷണലിസ്റ്റ് തിങ്കേഴ്സിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ആയി അവരും റിബല്യനും റെവല്യൂഷനൊക്കെ കുറേ റൈറ്റ്സ് ഒക്കെ നടത്തിയിരുന്നു. അണ്ടർ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ വർക്കേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, അവരൊരു ക്ലാസ് ആയിട്ട് കാണാൻ തുടങ്ങി, റാദർ ദാൻ ബൈ റിലീജിയൻ ഓർ കാസ്റ്റ്. നേരത്തെ ഇന്ന കമ്മ്യൂണിറ്റിയിലുള്ള കാസ്റ്റിലുള്ള ആളുകൾ ഇന്ന കമ്മ്യൂണിറ്റിയിൽ അങ്ങനെയായിരുന്നു പ്രൊട്ടസ്റ്റുകൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് എന്തായിട്ട് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1930s ഒക്കെ ആയപ്പോഴത്തേക്ക് കേരളത്തിൽ എന്തോ പറ്റി ഒരു ഷിഫ്റ്റ് ഉണ്ടായി. അതായത് ജാതി വെച്ചിട്ടല്ല പിന്നീട് ആളുകൾ ഇറങ്ങാൻ തുടങ്ങിയത്, ക്ലാസ് വെച്ചിട്ട് പുവർ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ എല്ലാം ഒറ്റ ഒരു കെട്ടായിട്ട് മാറാൻ തുടങ്ങി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ത് ചെയ്യാൻ തുടങ്ങി, ആൻറ്റി കാസ്റ്റ് സ്ട്രഗിൾസ് ഒക്കെ ലീഡ് ചെയ്യാൻ തുടങ്ങി. 1938 ആലപ്പുഴയിലെ വർക്കേഴ്സിൻ്റെ സ്ട്രൈക്കും ഒക്കെ ഇതിനൊരു ടേണിംഗ് പോയിന്റ് ആണ്. അപ്പം ഈ പാരഗ്രാഫിനകത്ത് വിക്ടർ ഹ്യൂഗോയുടെ ക്ലാസ് സ്ട്രഗിൾ തീംസ് മലയാളി ലേബർ മൂവ്മെന്റ്സുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് കാണിച്ചു തരുവാണ്. പാരഗ്രാഫ് 5 ബുക്കിൻ ക്ലാസ് ഫോർമേഷനെ കുറിച്ചും അതുപോലെ തന്നെ എന്താ പറഞ്ഞേക്കുന്നത്, ബൂർഷോസിനെതിരെ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആളുകൾക്കെതിരെ ചൂഷണം ചെയ്യുന്ന പൂർ ആയിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്ന ആളുകൾക്കെതിരെയുള്ളൊരു ക്രിറ്റിസിസം ഈ ഒരു വർക്കിനകത്ത് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് വർക്കേഴ്സ് എല്ലാം കൂടി, വർക്കിംഗ് ക്ലാസ് പീപ്പിൾ എല്ലാം കൂടി ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ഒറ്റക്കെട്ടായിട്ട് നിന്നത്, അവരെങ്ങനെയാണ് ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ബൂർഷോ പീപ്പിളിനെതിരെ അവർ ഫൈറ്റ് ചെയ്തത് എന്നൊക്കെയായിരുന്നു ഈ ഒരു വർക്കിനകത്ത് ഉണ്ടായിരുന്നു. വിക്ടർ ഹ്യൂഗോ നെപ്പോളിയൻ്റെ സണ്ണിൻ്റെ ആ ഒരു ഇതിനെ ഒപ്പോസ് ചെയ്തിട്ടൊക്കെയായിരുന്നു സംസാരിച്ചിരുന്നത്. ആൻഡ് പിന്നെന്താണ്, അതൊരു കൈൻഡ് ഓഫ് സത്യാഗ്രഹ പോലെ ആർക്ക് തോന്നി, കേരള ഓഡിയൻസിന് തോന്നി. പിന്നെ ജോൺ വെൽജോണിൻ്റെ സ്ട്രഗിൾസ് എന്ന് പറയുന്നത് ഗാന്ധിയുടെ ഫൈറ്റ് പോലെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഗാന്ധിയുടെ സോൾട്ട് സത്യാഗ്രഹ എന്ന് പറയുന്നത് പിന്നെന്താണ്, ജോൺ വെൽജോണിൻ്റെ ബ്രെഡ് സ്റ്റീൽ ചെയ്യുന്ന ആ ഒരു ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ഇപ്പം രണ്ടും എന്താണ്, നിയമങ്ങളില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നിയമങ്ങൾ പാവപ്പെട്ടവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അയാൾക്ക് ബ്രെഡ് സ്റ്റീൽ ചെയ്യേണ്ടി വന്നത്. ഗാന്ധി ബ്രിട്ടീഷുകാർക്കെതിരെ, അതായത് സോൾട്ടിന് ടാക്സ് കൊണ്ടുവന്നപ്പോഴാണ് സോൾട്ട് സത്യാഗ്രഹം നടത്തിയത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള നെസസിറ്റീസിന് പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഇറങ്ങി തിരിച്ചത്, അല്ലേ? ആൻഡ് ബൈ ദ വേ, വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിക്കും ഈ ഒരു നോവലിൻ്റെ കോപ്പി കയ്യിലുണ്ടായിരുന്നു. ഓക്കെ, മഹാത്മാഗാന്ധിയുടെ കയ്യിലും ഈ ഒരു നോവലിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പൊളിറ്റിക്കൽ പാരലായിട്ടുള്ള സിറ്റുവേഷൻസിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഗ്ലോബലി എങ്ങനെ റെലവൻ്റ് ആവുന്നു വിക്ടർ ഹ്യൂഗോയുടെ നോവൽ എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഫ്രഞ്ച് സ്ട്രഗിൾസ് ആണെങ്കിലും ഇന്ത്യൻ നാഷണലിസം ആണെന്നുണ്ടെങ്കിലും ഇത് രണ്ടിലും സിമിലാരിറ്റീസ് ഉണ്ട്. മലയാളി റീഡറിന് ജോൺ വെൽജോണിനെ ഗാന്ധിയുടെ കണക്കൊരു ഫിഗറായിട്ടാണ് കാണാൻ സാധിച്ചത്. ഓക്കെ, പാരഗ്രാഫ് 6 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടർ ഹ്യൂഗോ ഡെസ്പൈറ്റ് ഹി ഡസൻ നോ ഇംഗ്ലീഷ്, പക്ഷേ കേരളത്തിലൂടെ വിക്ടർ ഹ്യൂഗോ എങ്ങനെ എത്തിയത്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലൂടെ. അത് ഹാപ്പൻ ചെയ്ത് നാലപ്പാട്ട് നാരായണ മേനോൻ്റെ ആ ഒരു ട്രാൻസ്ലേഷനിലൂടെയാണ്. ഏർലിയർ ട്രാൻസ്ലേഷൻസ് നമ്മുടെ മലയാളം ലിറ്ററേച്ചറിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതായത് പിൽഗ്രിംസ് പ്രോഗ്രസ് എന്നുള്ള വർക്ക്, സഞ്ചാരിയുടെ പ്രയാണം അല്ലെങ്കിൽ പരദേശി മോക്ഷയാത്ര എന്നൊക്കെ പറഞ്ഞുള്ള വർക്ക്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ജോൺ ബെനിയൻ്റെ പിൽഗ്രിംസ് പ്രോഗ്രസ് എന്നുള്ള ഇംഗ്ലീഷ് ബുക്ക്. പിന്നെ അതുപോലെ തന്നെ കാളിദാസൻ്റെ ശകുന്തള എന്നുള്ള വർക്ക്, ആയില്യം തിരുനാൾ രാമവർമ്മ ഭാഷാ ശകുന്തളം എന്ന് പറഞ്ഞ് ഇറക്കിയിട്ടുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത്. ഇതെല്ലാം ട്രാൻസ്ലേഷൻസ് മലയാള നോവലിൽ കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന വർക്കുകളാണ്. അപ്പം ഇതെല്ലാം എന്താ പറയുക, ട്രാൻസ്ലേഷൻസ് ഒക്കെ മിഷണറീസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന കാര്യമാണെന്ന് കാണിക്കുകയാണ്. ഇതിപ്പോൾ പെട്ടെന്ന് വന്നതല്ല എന്നുള്ളത് പറയുവാണ് ഇതിനകത്ത്. ഓക്കെ, ദെൻ പാരഗ്രാഫ് 7 എന്ന് പറയുന്നത് ബർത്ത് ഓഫ് മലയാളം നോവൽ എന്ന് പറയുന്നത് കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത്, അതായത് ഒരു നോവലിൻ്റെ ബർത്ത്, മലയാളത്തിൽ നോവൽസ് ഇറങ്ങി തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ സെൽഫ് സൊസൈറ്റി റീജിയൻ വൈസ് കേരളത്തിൽ ട്രാൻസ്ഫോർമേഷൻസ് ഹാപ്പൻ ചെയ്തപ്പോഴാണ് നോവൽസ് ഇറങ്ങാൻ തുടങ്ങിയത്. അപ്പം നോവൽസിലൂടെ മനുഷ്യരുടെ കോൺഷ്യസ്നെസ്സും നമുക്കൊരു പ്രൈവറ്റ് സ്പേസും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഓപ്പൺ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിച്ചു. ഫോർ എക്സാമ്പിൾ, അപ്പു നെടുങ്ങാടിയുടെ കുന്തലത എന്നുള്ളതാണ് ഫസ്റ്റ് മലയാളം നോവൽ. പിന്നെ ചന്തു മേനോന്റെ ഇന്ദുലേഖ എന്നുള്ളതാണ് ഫസ്റ്റ് വെൽ ഷേപ്ഡ് നോവൽ എന്നറിയപ്പെടുന്നത്. സി വി രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മ, അതുപോലെ തന്നെ ധർമ്മരാജ, രാമരാജ ബഹദൂർ, ഇതൊക്കെയാണ് സി വി രാമൻ പിള്ളയുടെ ഹിസ്റ്റോറിക്കൽ നോവൽസ് എന്ന് പറയുന്നത്. അപ്പം ഇന്ദുലേഖ എന്നുള്ള നോവലിനകത്ത് സോഷ്യൽ ചേഞ്ചിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്, ട്രഡീഷനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. മാർത്താണ്ഡവർമ്മയ്ക്കകത്ത് ഹീറോയിക് ട്രഡീഷനെ സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്, കേരളത്തിലെ പാസ്റ്റിലെ ഹീറോസിനെ കുറിച്ച്. ബോത്ത് നോവൽസിനകത്തും എന്താണുള്ളത്, കേരളത്തിൻ്റെ ആ ഒരു ഹിസ്റ്ററിയെക്കുറിച്ചും പാസ്റ്റിനെ കുറിച്ചും എല്ലാം പറയുന്നുണ്ട്.
അപ്പോൾ ഈ പാരഗ്രാഫിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ലിറ്ററി ബാക്ക്ഡ്രോപ്പ് ആണ്. പാവങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഒരുപാട് നോവൽസ് നമുക്ക് ഇറങ്ങിയിരുന്നു. അതിനകത്തെല്ലാം സൊസൈറ്റിയുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഡിസ്കസും ചെയ്തിരുന്നു ഓപ്പൺ ആയിട്ട്. ഓക്കെ, ദെൻ അപ്പോഴാണ് പാവങ്ങളുടെ ആ ഒരു ട്രാൻസ്ലേഷൻ ഇവിടെ ഹാപ്പൻ ചെയ്യുകയും അത് വളരെയധികം ഹിറ്റ് ആവുകയും ചെയ്തത്. സമ്മറി 8 പാരഗ്രാഫ് 8 വരുന്നതെന്ന് വെച്ചാൽ ഇന്ദുലേഖയ്ക്കും മാർത്താണ്ഡവർമ്മ എന്നുള്ള നോവലിന് ശേഷവും മലയാളം പ്രോസിൽ വലുതായിട്ട് മേജർ ഇന്നോവേഷൻസ് ഒന്നും 30 വർഷത്തേക്ക് ഇല്ലായിരുന്നു. മെനി നോവൽസ് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ഫോക്കസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള നോവൽസ് ആയിരുന്നു കൂടുതൽ ഇറങ്ങിയത്. പാവങ്ങളാണ് ഈ ഒരു സ്റ്റാഗ്നേഷൻ പീരീഡിനെ അല്ലെങ്കിൽ ഈ ഒരു ഡൾ പീരീഡിനെ മാറ്റി മറിച്ചത്. അത് വളരെ സിമ്പിളായിട്ടും ക്ലിയർ പ്രോസിലുമാണ് ഇത് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് റീഡേഴ്സ് കൂടിയത്. ഏർലി നോവൽസ് എന്ന് പറയുന്നത് ഈ ഫ്യൂഡലിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്യാനും എലീറ്റ് ആയിട്ടുള്ള ആളുകളെ പിന്നെ എന്താ പറയുക മാറ്റങ്ങൾ കൊണ്ടുവരാനും ഇതൊക്കെയായിരുന്നു. പാവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലൈഫൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പാവങ്ങൾ എന്നുള്ള ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് പുവർ ആയിട്ടുള്ളതും ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളെക്കുറിച്ചും സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടി ഹ്യൂമനിസ്റ്റ് നോവലിലാണ് നമുക്ക് പാവങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റും. ആൻഡ് ഓൾസോ എന്താ പാവങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, അതിനകത്ത് നമുക്ക് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഹ്യൂമൻ സഫറിങ്ങിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, സ്ട്രഗിൾസിനെ കുറിച്ചും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാവങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ടേണിംഗ് പോയിന്റ് ആണ് മലയാളം ലിറ്ററേച്ചറിൽ പുവർ ആയിട്ടുള്ള ആളുകളുടെ ലൈഫിനെ വിസിബിൾ ആക്കിയതാണ് ഈ പാവങ്ങൾ എന്നുള്ള ഈ ഒരു വർക്കിന്റെ ട്രാൻസ്ലേഷൻ, വിക്ടർ ഹ്യൂഗോയുടെ ഒരു വർക്കിന്റെ ട്രാൻസ്ലേഷൻ. അതാണ് ഇത്രയധികം ഇത് ഇവിടെ സക്സസ്ഫുൾ ആവാൻ കാരണം എന്നാണ് പറയുന്നത്. ഇതൊരു ട്രാൻസ്ലേഷൻ മാത്രമല്ല, ഇതൊരു ലിറ്റററി ഇവന്റ് തന്നെയാണെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിനകത്ത് പറയുന്നത് വെച്ചാൽ 1921 കേസരി ബാലകൃഷ്ണപിള്ള ബാൽസക്കിന്റെ ഒരു വർക്ക് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഷാൻഡിലിയ എന്നുള്ള വർക്ക്, ഷാൻഡിലിയ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഈ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ബൂർഷ്വ സൊസൈറ്റി, അതായത് ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആളുകളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്ലാസ് റൈസ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. സോ ഇത് ഈ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ബാൽസക്കിന്റെ ഈ ഒരു വർക്കിനെ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കുറച്ച് ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ ആയിരുന്നു. ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു വർക്കിനകത്ത്. പക്ഷേ എന്നാലും ഡിഫറൻസ് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഓതേഴ്സിന്റെ ട്രാൻസ്ലേഷൻ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ 1920s ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് ഓതേഴ്സിനെ അവോയ്ഡ് ചെയ്തിട്ടുള്ള ട്രാൻസ്ലേഷൻസ് ആയിരുന്നു. അതായത് ഹ്യൂഗോ, ബാൽസക്ക്, അതായത് ബ്രിട്ടീഷ് ഓതേഴ്സിന്റെ വർക്ക് അല്ല ട്രാൻസ്ലേറ്റ് ചെയ്ത് വേറെ ആളുകളുടെ, റഷ്യൻ റൈറ്റേഴ്സിന്റെയും ഫ്രഞ്ച് റൈറ്റേഴ്സിന്റെയും ഒക്കെ ആയിരുന്നു ട്രാൻസ്ലേഷൻ നടത്തിയിരുന്നത്. വിക്ടർ ഹ്യൂഗോയുടെ വർക്ക്സ്, ബാൽസക്കിന്റെ വർക്ക്സ്, ആന്റൺ ചെക്കോവിന്റെ വർക്ക്സ്, പിന്നെ ഹെൻറിക് ഗിബ്സന്റെ വർക്ക്, പ്രൗസ്റ്റിന്റെ വർക്ക്, കാഫ്കയുടെ വർക്ക്സ് ഒക്കെ ആയിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ബ്രിട്ടീഷ് ഓതേഴ്സിന്റെ വർക്ക്സ് എല്ലാം അവോയ്ഡ് ചെയ്തിരുന്നു. കാരണം എന്താ, ആന്റി ബ്രിട്ടീഷ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു അപ്രൈസിങ് നമ്മുടെ ഇടയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തത്. പിന്നെ ആന്റി ബ്രിട്ടീഷ് ഈ ഒരു അപ്രൈസിങ് എന്ന് പറയുന്നത് നാലപ്പാട്ട് നാരായണ മേനോനൊക്കെ കണ്ടിന്യൂ ചെയ്തു. അതായത് അദ്ദേഹമൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഈ ഒരു കാര്യത്തിന്. പിന്നെ ട്രാൻസ്ലേഷൻസ് ആണ് നമ്മുടെ മലയാളം ലിറ്റററി ഹിസ്റ്ററിയെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ഇന്റർനാഷണൽ സെൻസിബിലിറ്റി നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന ട്രാൻസ്ലേഷൻസ് ആണ്. വേറെ രാജ്യത്ത് എന്താ നടക്കുന്നു, വേറെ രാജ്യത്തെ വർക്ക്സിന്റെ പ്രത്യേകതകൾ, വേറെ രാജ്യത്തെ റൈറ്റേഴ്സ്, അതൊക്കെ നമ്മൾ അറിഞ്ഞത് ട്രാൻസ്ലേഷൻസ് വഴിയാണ്. അപ്പോൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് മലയാള ലിറ്ററേച്ചറിൽ നമുക്ക് ഈ ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കും. 1947 ശേഷവും ട്രാൻസ്ലേഷൻസ് കാണാൻ സാധിക്കും. ഫ്രം ആഫ്രിക്ക, കരീബിയൻ, ലാറ്റിൻ അമേരിക്കൻ വർക്ക്സ് ഒക്കെ നമുക്ക് ഇതിനകത്തൂടെ കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു ട്രാൻസ്ലേഷൻസ് വഴി ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പാക്റ്റ് കിട്ടിയതെന്ന് പറയുന്നത് ദളിത് ആൻഡ് ഫെമിനിസ്റ്റ് ഇനിഷ്യേറ്റീവ് വർക്ക്സിനാണ്. അത് കൂടുതൽ എന്ത് ചെയ്യാൻ തുടങ്ങി, അങ്ങനെയുള്ള ഒരു അപ്രൈസിങ് കൂടുതലായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഫ്രഞ്ച് ആൻഡ് യൂറോപ്യൻ റൈറ്റേഴ്സിനാണ് നമ്മൾ കൂടുതൽ ട്രാൻസ്ലേഷൻസ് നടത്തിയിട്ടുള്ളത്. ബ്രിട്ടീഷുകാരെ നമ്മൾ ഒഴിവാക്കി ബിക്കോസ് ഓഫ് കൊളോണിയൽ ഡോമിനേഷൻ. കേസരി ബാലകൃഷ്ണപിള്ളയും നാലപ്പാട്ട് നാരായണ മേനോനുമാണ് ഈ ഒരു സെൻസിബിലിറ്റി മലയാള ലിറ്ററേച്ചറിൽ കൊണ്ടുവന്നത്. ഓക്കെ, അതായത് ബ്രിട്ടീഷുകാർ റൂൾ ചെയ്യുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെ വർക്ക്സ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കേണ്ട എന്നൊരു ഇത് എല്ലാവരുടെയും മൈൻഡിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി കേസരിയും നാലപ്പാട്ടും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും എന്താ പറയുക, കുറച്ച് ഇൻവേർഡ് ലുക്കിംഗ് ലിറ്ററേച്ചറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. നമ്മുടെ കൾച്ചറുമായിട്ടൊക്കെ സാമ്യതയുള്ള അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വർക്ക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തത്. ആ സമയത്ത് കേരളത്തിൽ ഒരുപാട് സോഷ്യൽ റിഫോം മൂവ്മെന്റ്സും ഉണ്ടായിരുന്നു. മലയാളം ജേർണൽസ് വന്നു, ന്യൂസ് പേപ്പേഴ്സ് വന്നു, ലൈബ്രറീസ് വന്നു, റീഡിംഗ് റൂംസ് വന്നു, അങ്ങനെ പുതിയ റീഡേഴ്സ് വന്നു. മിഡിൽ ക്ലാസ് റീഡേഴ്സൊക്കെ ഒരുപാട് വരാൻ തുടങ്ങി. ട്രാൻസ്ലേഷൻസും ഏതൊക്കെ ടെക്സ്റ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുള്ളതും ഒക്കെ ഒരു ജസ്റ്റ് ഫോർ റീഡിങ്ങിന് മാത്രമല്ല, അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിലും കൂടെ ആളുകൾ കാണാൻ തുടങ്ങി. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ മലയാളം ലിറ്ററേച്ചറിന് ഈ ട്രാൻസ്ലേഷൻസ് ഹെൽപ്ഫുൾ ആക്കി എന്നാണ് പറയുന്നത്. ദെൻ ചുമ്മാ പാസീവായിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ച് വിടുന്നതിന് പകരം പൊളിറ്റിക്സുമായിട്ടും നമ്മുടെ സൊസൈറ്റിയുമായിട്ടും ഇതെങ്ങനെ ലിങ്ക്ഡ് ആണെന്നുള്ള രീതിയിൽ ആളുകൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, നാലപ്പാട്ടിൻ്റെ പാവങ്ങൾ എന്നുള്ള ആ ഒരു വർക്ക് എന്ന് പറയുന്നത് 3 വോളിയൂംസിലാണ് വന്നത്, 1925 തൊട്ട് 28 വരെ. ഇംഗ്ലീഷിൽ നിന്നാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഫ്രഞ്ചിൽ നിന്നല്ല. മാതൃഭൂമിയിലാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്ത് കോഴിക്കോട്. ഫസ്റ്റ് വോളിയം 1925 സെക്കൻഡ് എഡിഷൻ 1957 അതായത് കേരള ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറിയ സമയത്തും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇലക്ടഡ് ആയിട്ടുള്ള സമയത്തുമാണ് ഇത് ഇറങ്ങിയത്. സെക്കൻഡ് എഡിഷൻ കേട്ടോ, സെക്കൻഡ് പാർട്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, സെക്കൻഡ് എഡിഷന്റെ കാര്യമാണ് പറഞ്ഞത്, സെക്കൻഡ് വോളിയം അല്ല. നാലപ്പാട്ട് 1954 മരിച്ചു. അതായത് ഈ ഒരു സെക്കൻഡ് എഡിഷൻ കാണാനൊന്നും അദ്ദേഹം നിന്നില്ല. ഇൻ ഹിസ് പ്രിഫസിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പേജിനകത്ത് അദ്ദേഹം ബുക്കിന്റെ ഒരു പ്രിഫസ് പേജിനകത്ത് പറയുന്നുണ്ട് ഈ അപ്പോളജൈസസ് അതായത് വലിയൊരു വർക്കിനെ ഞാൻ എന്താ പറയുക ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഭാഷാ സ്കിൽസ് വെച്ചിട്ടാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് വളരെ എളിമയോട് വളരെ ഹമ്പിളായിട്ടാണ് ഇദ്ദേഹം പ്രിഫസിനകത്ത് പറയുന്നുണ്ട്. അതായത് എത്രത്തോളം ട്രാൻസ്ലേഷൻ സക്സസ്ഫുൾ ആയി എന്നറിയാൻ വയ്യ, എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള പരിമിതിക്കകത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. And he also explains that he compared multiple English translations and chose Isabel E. Hapgood's 1887 unabridged version of the അതായത് ഫ്രഞ്ച് ഡിക്ഷണറി പോലെ ഒരു വർക്ക് അദ്ദേഹം എന്തായിരുന്നു, അതായത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ഫ്രഞ്ചിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഒരുപാട് മൾട്ടിപ്പിൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് ആരാണ് നമ്മുടെ നാലപ്പാട്ട് നാരായണ മേനോൻ ഒരുപാട് വർക്ക്സ് കമ്പയർ ചെയ്തിരുന്നു. എന്നിട്ടാണ് അതിന് ആപ്റ്റ് ആയിട്ടുള്ള മലയാളം വേർഡ്സ് എല്ലാം കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് വർക്കിൽ നിന്നല്ല ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഇംഗ്ലീഷ് വർക്കിൽ നിന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഒതൻറ്റിസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഒറിജിനാലിറ്റി പോവാതെ ഇദ്ദേഹം എന്ത് ചെയ്തെന്നാണ് പറഞ്ഞു, ഒരുപാട് ഇംഗ്ലീഷ് ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ ബുക്സുകൾ വായിച്ച് റെഫർ ചെയ്തിട്ട്, ഡിക്ഷണറീസ് ഒക്കെ റെഫർ ചെയ്തിട്ട്, എസ്പെഷ്യലി ഇസബൽ ഇ ഹാപ്ഗുഡിൻ്റെ 1887 ആ ഒരു ഡിക്ഷണറി പോലത്തുള്ള അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ലേഷൻ ഹെൽപ്പ് ചെയ്യുന്ന വർക്ക്സ് ഒക്കെ വായിച്ചിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. ഈ ഹാപ്ഗുഡിൻ്റെ ഈ എഡിഷൻ വളരെ ഫേമസ് ആയിരുന്നു, ബിക്കോസ് അതിനകത്ത് ഇല്ലസ്ട്രേഷൻസും ഇമേജസും എക്സ്പ്ലനേറ്ററി നോട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നാലപ്പാട്ട് ഈ ഹ്യൂഗോയുടെ വർക്കിനെ വളരെ ഡീപ്പായിട്ട് പഠിച്ച് ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയും അദ്ദേഹം ഒരു എന്താ പറയുക, അദ്ദേഹം ഈ ഒരു വർക്കിനെ സെക്യുലർ സ്ക്രിപ്ചർ എന്നാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ വളരെ ഡിവൈൻ ആയിട്ട് ഇദ്ദേഹം ചെയ്തൊരു ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഒരു വർക്ക് എന്നാണ് ഇദ്ദേഹം ഇതിനെ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ചെയ്തത്. കാരണം ഒറിജിനലിൻ്റെ അടുത്ത് തന്നെ ഒറിജിനാലിറ്റി തോന്നിക്കുന്ന രീതിയിൽ തന്നെ ട്രാൻസ്ലേറ്റ്, നമ്മളിപ്പോൾ ഒരു വർക്കിനെ നമ്മൾ വേറൊരു ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റി ഒരിക്കലും മാറരുത്, അതിൻ്റെ ആ ഒരു എസൻസ് മാറരുത്. അപ്പോൾ അതവിടെ ആ ഒരു ട്രാൻസ്ലേഷൻ അവിടെ ഫെയിലായി പോയെന്നാണ്. നമ്മൾ ആ ഒറിജിനൽ ബുക്കിനെ നമ്മളൊന്ന് ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ട്രീറ്റ് ചെയ്തു എന്നേ വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഫിഡിലിറ്റി അല്ലെങ്കിൽ ആ ഒറിജിനലിനെ എന്താണ് ആ മലയാളം എക്സ്പ്രഷനിലോട്ട് കൊണ്ടുവരുമ്പോൾ, അതായത് പല വാക്കുകൾക്കും മലയാളത്തിൽ ഈക്വലൻസ് ആയിട്ടുള്ള വാക്കുകൾ കാണത്തില്ല. ഓക്കെ, അപ്പോൾ അത് ആ ഒരു എസൻസ് ചോരാതെ അല്ലെങ്കിൽ മാറാതെ തന്നെ വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ അദ്ദേഹം അത്രയും സ്ട്രഗിൾ എടുത്തിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു മോണിമെൻ്റൽ ആയിട്ടുള്ളൊരു പ്രോജക്റ്റ്, ഒരു വർക്ക് തന്നെയാണ് ഇത്. പിന്നെന്താണ്, അദ്ദേഹത്തിന് ഒരു ആൻസൈറ്റി ഉണ്ടായിരുന്നു യൂറോപ്യൻ ലിറ്ററേച്ചറിൽ നിന്നൊരു വർക്ക്, ഇത്രയും വളരെ പ്രൊസീജിയസ് ആയിട്ടൊരു വർക്ക് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആളുകൾ എന്ത് പറയും, കുറ്റപ്പെടുത്തും എന്നൊക്കെയുള്ളൊരു ഇതുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നാലപ്പാട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് പ്രൊനൗൺസിയേഷൻ ഓഫ് നെയിംസ് അങ്ങനെ തന്നെയാണ് അദ്ദേഹം കീപ്പ് ചെയ്തത് കേട്ടോ, അല്ലാതെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ അല്ല അദ്ദേഹം കീപ്പ് ചെയ്തത്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോളാം, ലീ മിസബിൾ ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലാതെ ലെസ് മിസറബിൾ എന്നോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അങ്ങനെയൊന്നും അല്ല. അദ്ദേഹം പേരുകൾ പോലും അങ്ങനെയല്ല ചെയ്തത്. ഓക്കെ, പിന്നെ സീരിയസ് ആയിട്ട്, അതായത് ടെക്സ്റ്റിന് ഫ്രഞ്ച് ആൻഡ് യൂറോപ്യൻ ഹിസ്റ്ററി ആയിട്ട് നല്ല ഒരുപാട്, അതായത് ഫ്രഞ്ച് യൂറോപ്യൻ റിബല്യനെ കുറിച്ചും ഒരുപാട് റെവല്യൂഷനെ കുറിച്ചും അപ്രൈസിങ്ങിനെ കുറിച്ചും ഒക്കെയുള്ള ഇൻസിഡൻസ് ഇതിനകത്ത് പറയുന്നുണ്ട്, ഹിസ്റ്റോറിക്കൽ ഇവൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഇദ്ദേഹം റീഡേഴ്സിനെ വാൺ ചെയ്തിരുന്നു, അതായത് ഭയങ്കര സീരിയസ് ആയിട്ടിരുന്ന് വായിക്കരുത്, അത് ഭയങ്കര ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നും ചിലപ്പോൾ. അപ്പോൾ റീഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം തന്നെ വിക്ടർ ഹ്യൂഗോയുടെ ലെറ്റർ എന്താ പറയുക, അദ്ദേഹം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വർക്കിനകത്ത്. വിക്ടർ ഹ്യൂഗോ ഇറ്റാലിയൻ ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള എം ഡെയിലിക്ക് അയച്ച ഒരു ലെറ്റർ ഇദ്ദേഹം നാലപ്പാട്ട് നാരായണ മേനോൻ ഈ ഒരു വർക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ആ ലെറ്ററിനകത്ത് വിക്ടർ ഹ്യൂഗോ അതായത് നമ്മുടെ ഈ നോവലിനകത്തുള്ള തീംസിനെ യൂണിവേഴ്സലൈസ് ചെയ്ത് എല്ലാ നേഷൻസിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നതും എല്ലാ നേഷൻസിനും ഒപ്രഷനും
പ്രശ്നങ്ങളും പൂറായിട്ടുള്ള ആളുകൾക്ക് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഈ ഒരു ലെറ്റർ എഴുതിയിരിക്കുന്നത്. സോ അത് ഇതിനകത്ത് അദ്ദേഹം നാലപ്പാട്ട് നാരായണ മേനോൻ ഈ ഒരു ലെറ്റർ ഈ ഒരു നോവലിനകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഹ്യൂമൻ സഫറിംഗ് എന്ന് പറയുന്നതിന് ബോർഡർ ഒന്നും ഇല്ലെന്നാണ് വിക്ടർ ഹ്യൂഗോ ഈ ലെറ്ററിനകത്ത് പറയുന്നത്. ശരിയാണ്, എല്ലായിടത്തും ഇഗ്നോറൻസ്, പോവർട്ടി, ഒപ്രഷൻ ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് എല്ലാ ഡോറിലും മുട്ടുന്നതാണ്. ഈ ഒരു നോവൽ എന്ന് പറയുന്നത് ഇറ്റ് നോക്സ് അറ്റ് എവറി ഡോർ. ഏത് രാജ്യത്താണെങ്കിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം. ഇതൊരു ഫോറിൻ ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണണ്ട എന്നാണ് നാലപ്പാട്ട് നാരായണ മേനോന്റെ ഒരു എയിം എന്ന് പറയുന്നത്. പിന്നെ ഈ ടെക്സ്റ്റിനെ നമ്മുടെ മലയാളി റീഡേഴ്സിന് വേണ്ടി അദ്ദേഹം മാക്സിമം നാച്ചുറലൈസ് ചെയ്തിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പിന്നെ അടുത്ത പാരഗ്രാഫിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടർ ഹ്യൂഗോയുടെ യൂണിവേഴ്സൽ ഹ്യൂമനിസത്തിനെ കുറിച്ചും ആര് സംസാരിക്കുന്നുണ്ട്? നാലപ്പാട്ട് നാരായണ മേനോൻ സംസാരിക്കുന്നുണ്ട്. അതായത് റീഡേഴ്സ് ഈ നോവൽ വായിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന, അതായത് കുറച്ച് ഡീറ്റെയിൽസ് കാണുമല്ലോ, നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ താഴെ റൈറ്റേഴ്സ് ഫുട് നോട്ട്സ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ആ ഫുട് നോട്ട്സ് ഒക്കെ വായിച്ച് നോക്കിയിട്ട് ഡീപ്പായിട്ട് എൻഗേജ്ഡ് ആയിട്ട് വെച്ചിട്ട് വേണം ഇത് വായിക്കാനെന്നുള്ളത് പറയും. നാലപ്പാട്ട് പിന്നെന്താണ്, ഈ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ അല്ല നടത്തിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് ലോജിക്കലായിട്ടുള്ള രീതിയിൽ മലയാളി റീഡേഴ്സിന് കുറച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ട്രാൻസ്ലേഷൻ നടത്തിയിരിക്കുന്നത്. പിന്നെ പെയിൻ അല്ലെങ്കിൽ പോവേർട്ടി അല്ലെങ്കിൽ മിസറി എന്ന് പറയുന്ന എല്ലാ ഹ്യൂമൻ കൺസേൺ, എല്ലാ ഹ്യൂമൻ ബീങ്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം കൺസേൺ ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കേരളത്തിലെ മിഡിൽ ക്ലാസ് റീഡർഷിപ്പിന് അല്ലെങ്കിൽ ആ ട്രാൻസ്ലേഷൻ പുതിയ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ പാവങ്ങളുടെ ഈ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രൈക്കിംഗ് ആണ്. അദ്ദേഹം നാലപ്പാട്ട് നാരായണ മേനോൻ ഈ പാവങ്ങൾ എന്നുള്ള വർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ടു ദ മിസറബിൾസ് ഓഫ് കേരള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വിക്ടർ ഹ്യൂഗോയുടെ തന്നെ ആ വിഷൻ തന്നെയാണ് നാലപ്പാട്ട് നാരായണ മേനോൻ ഈ ഒരു ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹവും ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ മിഡിൽ ക്ലാസ് ആ സമയത്ത് എക്സ്പാൻഡ് ചെയ്യുമായിരുന്നു. ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു, പീരിയോഡിക്കൽസും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ മിഡിൽ ക്ലാസ് ഒരു ഇന്റലക്ച്വൽ ബേസ് ആയിട്ട് മാറിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. ആ സമയത്ത് തന്നെ നാഷണലിസം മൂവ്മെന്റും ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി, സോഷ്യൽ റിലേഷൻസ്, ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം വർക്കിംഗ് ക്ലാസിന്റെ ലൈഫ്, ഇതെല്ലാം നമുക്ക് ആ സമയത്ത് നല്ല രീതിയിൽ റിലേറ്റബിൾ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ലോക്കൽ റീഡേഴ്സിന് യൂണിവേഴ്സൽ ഇഷ്യൂസ് ആയിട്ടുള്ള ഹങ്കർ, മൊറാലിറ്റി, പോവർട്ടി ഇതുമായിട്ടെല്ലാം കണക്ട് ചെയ്യാൻ സാധിച്ചു. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടർ ഹ്യൂഗോയുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹ്യൂമനിസം ആണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അതായത് വിക്ടർ ഹ്യൂഗോയുടെ ആ ഒരു ഐഡിയ എന്ന് പറയുന്നത്, സഫറിംഗ് എന്ന് പറയുന്നത് മാർക്സിനും ഇതേ സെയിം ഐഡിയ തന്നെയായിരുന്നു. സഫറിംഗ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും വിസിബിൾ ആക്കണം, എന്നാലേ നമുക്ക് ആളുകളുടെ ഇടയിൽ ഒരു അവയർനെസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരാൾക്ക് ഭക്ഷണം കഴിക്കണം, നമുക്ക് കുഞ്ഞിന് വിശക്കുന്നു, ഭക്ഷണം വേണം, അപ്പോൾ അത് കിടന്ന് കരയും. അതിൻ്റെ വിശപ്പ് അത് വിസിബിൾ ആക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് അതിന് വിശക്കുന്നുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് വാ തുറന്ന് പറയുവാണ്, എനിക്ക് ഇന്ന കാര്യങ്ങൾ, എനിക്ക് വിശപ്പ്, എനിക്കത് വേണം, അല്ലെങ്കിൽ എനിക്കിത് വേണം, അല്ലെങ്കിൽ നമുക്ക് വിശക്കുന്നു, നമ്മളിത് കഴിച്ചാലോ, നമ്മൾക്കിത് പഠിച്ചാലോ എന്നൊക്കെ നമ്മൾ വാ തുറന്ന് പറയുമ്പോഴേ ആളുകൾ കേൾക്കത്തുള്ളൂ. അതുപോലെ സഫറിംഗ് എന്ന് പറയുന്ന ഒരു കാര്യവും വിസിബിൾ ആക്കണം എന്നാണ് പറയുന്നത്. എന്നാലേ നമുക്ക് ആളുകളുടെ ഇടയിൽ അവയർനെസ്സും റെസിസ്റ്റൻസും ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു വലിയ പോയിന്റാണ് ഈ ഒരു വർക്കിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലോട്ടാക്കിയപ്പോൾ. ആളുകളെ ഡീഹ്യൂമനൈസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയണം. യൂണിവേഴ്സിറ്റി നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. പിന്നെ ഈ ഫ്യൂഡൽ സിസ്റ്റം അല്ലെങ്കിൽ കൊളോണിയൽ സിസ്റ്റം ഉണ്ടാക്കുന്ന ഒപ്രഷൻ, ഈ അല്ലെങ്കിൽ ഒപ്രസീവ് ആയിട്ടുള്ള കണ്ടീഷൻസ്, അതിനെല്ലാം നാലപ്പാട്ട് നാരായണ മേനോൻ ഈ ഒരു ട്രാൻസ്ലേഷൻ വർക്കിനകത്ത് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിഫസിലൂടെയും അദ്ദേഹത്തിന്റെ പാരാടെക്സ്റ്റിലൂടെയൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈ ഡീഹ്യൂമനൈസേഷൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫിനകത്തെന്ന് പറയുന്നത്, ഈ പാവങ്ങൾ എന്നുള്ളൊരു വർക്ക് ന്യൂ ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ സോഷ്യൽ ലിറ്റററി ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്തു മലയാളം ലിറ്ററേച്ചറിൽ. ക്ലാസിനും ഹ്യൂമനിസത്തിനുമാണ് ഇത് ഇമ്പോർട്ടൻസ് കൊടുത്തത് റാദർ ദാൻ കാസ്റ്റ്. അതുകൊണ്ട് തന്നെ വളരെ വൈഡ് ആയിട്ടുള്ള അക്സെപ്റ്റൻസ് കിട്ടി. പിന്നെ ഹ്യൂഗോയുടെ വർക്കിനെ നല്ല രീതിയിൽ ഒറിജിനാലിറ്റിയിലോട് തന്നെയാണ് ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു നോവലിൻ്റെ വലിയ സ്കോപ്പ് എന്ന് തന്നെ പറയുന്നത്. ഫോറിൻ കൾച്ചറൽ എലമെൻറ്റ്സ് എല്ലാം അതുപോലെ പ്രിസർവ് ചെയ്ത് അതിനെ ഒരു ഡയല്യൂഷനും നടത്താതെ, വെള്ളം ചേർക്കാതെ അതുപോലെ ഒറിജിനലായിട്ടാണ് അദ്ദേഹം ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുള്ളത്. പിന്നെ ഈവൻ ഇൻ 2010 പാവങ്ങൾ എന്നുള്ള വർക്കിന് ഒരു ഒരു വലിയൊരു ലിറ്റററി ക്യാനന്റെ ഒരു സ്റ്റേറ്റസ് തന്നെയാണ് ആ ഒരു വർക്കിനുള്ളത്. അപ്പോൾ വിക്ടർ ഹ്യൂഗോയുടെ 150th ആനിവേഴ്സറി ആയിരുന്നു. അത് കേരളത്തിലും ആളുകൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നാലപ്പാട്ടിൻ്റെ വേർഷൻ ഓഫ് ആ ഒരു വർക്ക് ഉണ്ടല്ലോ, അത് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സോഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെൻസിബിലിറ്റിയെ തന്നെ ഷേപ്പ് ചെയ്തെടുത്തതാണ്. വള്ളത്തോൾ ഈ ഒരു വർക്കിനെ
സേക്രഡ് സ്ക്രിപ്ചർ എന്നാണ് ഇതിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ട്രാൻസ്ലേഷൻസോ അഡാപ്റ്റേഷൻസോ ഫിലിംസോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും നാലപ്പാട്ട് നാരായണ മേനോൻ്റെ ഈ ഒരു ബുക്കിൻ്റെ വേർഷൻ, ട്രാൻസ്ലേറ്റഡ് വേർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് മോഡേൺ മലയാളം നോവൽ എന്ന് NS മാധവൻ ഈ വർക്കിനെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പം നോവൽ ഇപ്പോഴും മലയാളി കൾച്ചറൽ ലാൻഡ്സ്കേപ്പിൽ വലിയ ഇമ്പോർട്ടൻസോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഇതിനകത്ത് മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള ജോൺ വെൽജോണിനെ ഒരു എന്താ പറയുക ലോക്കൽ ഫിഗറായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് എഗെയിൻസ്റ്റ് ഒപ്രഷൻ. നമ്മൾ ഈക്വലൈസ് ചെയ്തിട്ടുള്ളത് മഹാത്മാഗാന്ധിയുമായിട്ടാണ്. അപ്പോൾ ജോൺ വെൽജോണിനെ ഒരു ടിപ്പിക്കൽ മലയാളിയായിട്ടാണ് ഇദ്ദേഹം ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇറ്റ് ഇസ് മോർ ദാൻ എ ട്രാൻസ്ലേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ യൂണിവേഴ്സൽ ഹ്യൂമനിസം കൊണ്ടുവന്നു, മലയാളി റീഡേഴ്സിനെ ഗ്ലോബൽ സ്ട്രഗിൾസ് എന്താണെന്ന് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചു, അല്ലേ, വായിപ്പിച്ച്. മിസറി എന്ന് പറയുന്ന എല്ലായിടത്തും ഒന്നാണെന്നും ഈ ഒരു നോവൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ്, അതായത് നോക്സ് അറ്റ് എവറി ഡോർ എന്നാണ് പറയുന്നത്. ഇതിനെ ഒരു സേക്രഡ് സ്ക്രിപ്ചറായിട്ടാണ് ആര് കൺസിഡർ ചെയ്തത്? വള്ളത്തോളും ഒക്കെ കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ മിഡിൽ ക്ലാസിൻ്റെ ആ ഒരു അല്ലെങ്കിൽ ലിറ്റററി മൂവ്മെൻറ്റ്സിൻ്റെ ആ ഒരു പ്രോഗ്രഷന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ ഒരു നോവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് മോഡേൺ മലയാളം നോവൽ എന്ന് ഇതിനെ വിളിക്കുന്നത്. ആൻഡ് ദെൻ അപ്പം ഇതിനകത്ത് ഒന്നുകൂടെ പോയിന്റ്സ് എന്ന് വെച്ചാൽ വിക്ടർ ഹ്യൂഗോയുടെ യൂണിവേഴ്സൽ ഹ്യൂമനിസം, അതായത് മിസറിയും പോവർട്ടി ജസ്റ്റിസും എല്ലാം യൂണിവേഴ്സൽ ആയിട്ടുള്ള ഫീലിംഗ്സ് ആണ്, ഒരിടത്ത് മാത്രമുള്ളതല്ല. പിന്നെന്താണ്, മലയാളി റീഡേഴ്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മിസറി എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് വാക്ക് മാത്രമല്ല, ഇതൊരു യൂണിവേഴ്സൽ വേർഡാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം വേർഡ് ബൈ വേർഡിനെ അല്ല ട്രാൻസ്ലേറ്റ് ചെയ്തത്, മിഡിൽ ക്ലാസ് മലയാളി റീഡേഴ്സിനെ ഷേപ്പ് ചെയ്തെടുക്കാനും ഈ ഹ്യൂമനിസം, മൊറാലിറ്റി അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് പോലെയുള്ള ഐഡിയാസിനെ മിഡിൽ ക്ലാസ് റീഡേഴ്സിൻ്റെ ഇടയിൽ ഇൻട്രൊഡ്യൂസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പാവങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടി ഉണ്ട്. മാർക്സിൻ്റെ ഐഡിയ, അതായത് ഒപ്രഷനെ വിസിബിൾ ആക്കുക എന്നുള്ള ഐഡിയ തന്നെയാണ് ഇതിനകത്തും പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഐഡിയയാണ് VT ഭട്ടതിരിപ്പാട് പോലെയുള്ള ഫിഗേഴ്സിനെ ഇൻസ്പയർ ചെയ്തതും ലേറ്റർ എന്ന് പറയുന്നുണ്ട്. പിന്നെ മലയാളീസിനെ മോഡേൺ നോവലിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു നോവലാണ്. ആൻഡ് ഓൾസോ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് മൂവ്മെൻറ്റ് ഓഫ് 1930s സ്ട്രോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രസീവ് റൈറ്റേഴ്സ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 1930s മൂവ്മെൻ്റ് ആയിരുന്നു. കേസരി ബാലകൃഷ്ണപിള്ള, തകഴി, കേശവദേവ്, ബഷീർ, SK പൊറ്റക്കാട്, റൂബ് പോലെയുള്ള റൈറ്റേഴ്സൊക്കെ ഇങ്ങനെയുള്ള പിന്നെന്താണ് സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ ആയിരുന്നു എഴുതിയിരുന്നത്. സോ അവരെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ് നാലപ്പാട്ട് നാരായണ മേനോൻ്റെ ഈ പാവങ്ങൾ എന്നുള്ള ട്രാൻസ്ലേഷൻ വർക്ക്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എസ്സേക്കകത്ത്, ആർട്ടിക്കിളിനകത്ത് പറയുന്നത്.